ഇതൊന്ന് നമുക്ക് ഒന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ട്, ക്രിസ്പിയാണോ എന്ന്. ഇത് കണ്ടോ, ഒരു കൈ കൊണ്ട് കിട്ടും. അത്രയും സോഫ്റ്റാണ്, അത്രയും ക്രിസ്പിയുമായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഈ സ്നാക്ക് ഉണ്ടാക്കാൻ ആകെ 10 മിനിറ്റ് മതി. കൂടാതെ ഒരാഴ്ചത്തോളം നമുക്കിതിനെ നല്ല ക്രിസ്പിയായി സൂക്ഷിക്കാനും പറ്റും. അങ്ങനെയുള്ള സ്നാക്കിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. എല്ലാവർക്കും നമസ്കാരം. ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പവും വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രമാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കൊരു ബൗളെടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ബസ്മതി റൈസിൻ്റെ ചോറാണ് ഇട്ടത്. നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. റെഡ് റൈസ് ഒഴികെ, മട്ടയരി ഒഴികെ. എന്നിട്ട് ഇതിനെ അതുപോലെ നന്നായി ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. അതായത് ഇത് മാഷർ വെച്ചോ, നല്ലോണം കുക്കായ അരിയാണെങ്കിൽ ഇത് മാഷർ വെച്ച് മാഷ് ചെയ്താൽ മാത്രം മതി. പക്ഷേ ഇത് ബസ്മതി റൈസ് ആയതുകൊണ്ടും കുറച്ചിൻ്റെ വേവ് കുറവായതുകൊണ്ട് ഞാൻ ഇനി ഇതിനെ ഒന്ന് മാഷ് ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് ബ്ലെൻഡറിൽ ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. വെള്ളമൊന്നും ചേർക്കാതെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. കാരണം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചർ മാറും. പിന്നെ നമുക്ക് ഇതുപോലെ ആക്കി എടുക്കാൻ കിട്ടില്ല. അപ്പോൾ വെള്ളമില്ലാതെ ഒന്ന് പൾസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട് കേട്ടോ. ഇതിലൊട്ടും തരിയൊന്നും ഇല്ലാത്ത രീതിയിലല്ലേ നോക്കണം. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് അരിപ്പൊടി, റൈസ് പൗഡർ എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടുന്നതും 1/2 കപ്പ് കോൺഫ്ലോറാണ് ഇടുന്നത്. അരിപ്പൊടിക്ക് പകരം കോൺഫ്ലോർ മാത്രം ഇട്ടാലും കുഴപ്പമില്ല. ഇനി ഇത്തിരി ആവശ്യത്തിന് ഉപ്പും, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ മുളക് പൊടി, എരിവ് നല്ലോണം വേണ്ടുന്നവർക്ക് കുറച്ചും കൂടി ഇടുക. ഒരു 1/2 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിനെ കുറച്ച് ബട്ടറും കൂടി, 1 ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്ത് നന്നായി കൈ കൊണ്ട് ഇതിനെ യോജിപ്പിച്ചെടുക്കുക. അതായത് ഈ കൈ കൊണ്ട് യോജിപ്പിക്കുമ്പോൾ നമ്മുടെ ആ ചോറിന് വല്ല തരി ഉണ്ടെങ്കിൽ അതും കൂടി പോകുന്ന രീതിയിലായിരിക്കണം ഇത്. നമ്മൾ വെള്ളം ഒഴിച്ച് ചോറ് അരച്ച് കഴിഞ്ഞാൽ പക്ഷേ ഈ ടെക്സ്ചർ കിട്ടില്ല. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കാതെ വേണം അരച്ചെടുക്കാൻ. ഇനി എനിക്ക് 1 ടീസ്പൂണോളം ഞാൻ പൊട്ടുകടലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ പൊട്ടുകടല കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പൊട്ടുകടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതാക്കിയതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളത്തോളം മാത്രമേ ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് നോക്കിയിട്ട്. ഇപ്പം നിങ്ങൾ ഈ അരിപ്പൊടിക്ക് പകരം കോൺഫ്ലോറാണ് എടുക്കണമെങ്കിൽ 1 കപ്പ് കോൺഫ്ലോർ എടുക്കുക. അപ്പോൾ അത് നന്നായി വരും. എന്നിട്ട് അതിനെ നന്നായി ഇതുപോലെ ആക്കുക. കോൺഫ്ലോറാണ് ചേർക്കുന്നതെങ്കിൽ ഇത്ര വെള്ളം ആവശ്യം വരില്ല. ഇനി അതിനെ നന്നായി യോജിപ്പിക്കണം. അതായത് എല്ലാവിടേക്കും നന്നായി ഈ ചോറിൻ്റേതായിട്ടുള്ള ഒരു തോന്നലും ഇല്ലാത്ത വിധത്തിൽ നമ്മളിതിനാക്കി. ഇനി കുഴച്ച് വന്നതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്നും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണ ഞാൻ ചൂടാക്കിയിട്ടൊന്നുമില്ല. നോർമലായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ആക്കുന്ന പോലെ, പൂരിക്കൊക്കെ ആക്കുന്ന പോലെയാണ് ഇത് ആക്കേണ്ടത്. അധികം ഭയങ്കര കട്ടിയാവരുത്, ഭയങ്കര ലൂസ് ആവരുത്. അപ്പോൾ എണ്ണ കുടിക്കുമ്പോൾ ലൂസായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം എള്ളും, ഒരു 1/2 ടീസ്പൂണോളം ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റിയൊക്കെ കൂട്ടി ഉണ്ടാക്കണമെങ്കിൽ ഡബിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയതാണ്. ഇനി അത് നന്നായി മിക്സ് ചെയ്ത് അതെല്ലാ സാധനവും നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എണ്ണയാക്കിയിട്ട് തൂവിയിട്ട് നമുക്കിതിനെ ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ അടച്ച് വയ്ക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തേക്കും ആ എണ്ണ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് അടച്ചൊരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ എടുക്കുക. പ്ലാസ്റ്റിക് എടുത്ത് എനിക്ക് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമ്മൾ ഇതിനെ ഒരു ചെറിയ ചെറിയ ഉരുളകളാണ് ആക്കുന്നത്. ഒരു പൂരിക്കൊക്കെ ആക്കുന്ന പോലെയുള്ള ഉരുളയാക്കുക. നല്ല സോഫ്റ്റാണ് മാവ്, എന്നാൽ ഒരുപാട് ലൂസല്ല. വെള്ളം കൂടുതലായ എണ്ണ കുടിക്കും നമ്മൾ ഈ പറയുന്ന സാധനം. അതുകൊണ്ട് തന്നെ അത്രയും എണ്ണ വേണ്ട, ആവശ്യത്തിന് മാത്രമേ കട്ടിയാവാൻ പാടുള്ളൂ. ഇനി അതിന് ചെറുതായി ഒന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് തിന്നാവരുത്, തിന്നായാലും എണ്ണ കുടിക്കും. ഒരുപാട് തിക്കുമാവരുത്. വളരെ തിന്നിനേക്കാൾ കുറച്ചും കൂടി തിക്കായിട്ടുള്ളത്. ഇത് കണ്ടോ, ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇനി ഇതിനെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തും കൂടി ഞാൻ എടുക്കുകയാണ്. ജസ്റ്റ് ഒരു കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഗ്ലാസിൻ്റെ ഫ്രണ്ട് സൈഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തൊന്ന് മാത്രം. ഇതാ കണ്ടോ, നമ്മുടെ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതാ ബാക്കിയുള്ളതൊക്കെ റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് എണ്ണ നന്നായി ചൂടാവട്ടെ. ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനൊരു പീസ് ഇട്ട് നോക്കണം കേട്ടോ. നന്നായി മുരിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. എന്നാലേ ആ ക്രിസ്പിനെസ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇതൊരു പൂരി പോലെ നിങ്ങൾക്ക് കഴിക്കാനും പറ്റും. അപ്പം തന്നെ ഉണ്ടാക്കി അപ്പം കഴിക്കാനുള്ള ഒരു പൂരിയായും കഴിക്കാം. ക്രിസ്പിനെസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനെ കുറച്ച് സമയമിട്ട് കുക്ക് ചെയ്യുക തന്നെ വേണം. അപ്പോഴേ ആ ക്രിസ്പിനെസ് കിട്ടുള്ളൂ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ അഡ്ജസ്റ്റ് ചെയ്ത് കുക്ക് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യരുത്. ഉള്ളു കുക്കാവാതെ അതൊരു പൂരിമാരി ഉണ്ടാവും. കുറച്ച് സോഫ്റ്റ് ആയിരിക്കും അതങ്ങനെയാണെങ്കിൽ.
അപ്പോൾ ഇതാ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്, കണ്ടോ അതിൻ്റെ ആ സൗണ്ടൊക്കെ പോയി വളരെയധികം ലോ ആയി വന്നിട്ടുണ്ട്. എല്ലാ സൈഡും കുക്കായ മാതിരി തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കിതെടുത്ത് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മൾ ചോറ് കൊണ്ടാണെന്നൊന്നും തോന്നുക പോലും ഇല്ല കേട്ടോ. ഒരു തട്ടിയുടെ ടേസ്റ്റാണ്, നല്ല സോഫ്റ്റും ക്രിസ്പിയുമാണ്. അപ്പം നമുക്ക് ഇതിനെ പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ ഇത് കണ്ടോ എന്താ ക്രിസ്പിനെസ്. കഴിച്ച് വീഴി നോക്കിക്കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. കഴിക്കുമ്പോഴും സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ ചാനൽ ആദ്യം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.